കർത്താവിൻ്റെ യെരൂശലേം പട്ടണത്തിലേക്കുള്ള രാജകീയമായ പ്രവേശനത്തെ പരിശുദ്ധ സഭ ഓർക്കുന്ന ദിവസം കൂടെയാണല്ലോ. വല്ലാതെ പ്രയാസങ്ങളുടെ കടന്നുപോയ ജനം ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് വല്ലാതെ നിലവിളിച്ച് ഉയരുന്ന ഒരു പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് ലോകം ഒരുപാട് സമാധാനത്തിൻ്റെ മധ്യത്തിലൂടെയൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഈ യാത്ര ദൈവരാജ്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയും ജനാധിപത്യ ക്രമങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഈ യാത്ര ഇപ്പോഴും തുടരുകയാണ്. ആ യാത്ര അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് യാത്രയിൽ വിശ്വാസികൾ എന്ന നിലയിൽ ഈ നാളുകളിൽ പങ്കുചേർന്ന് ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രത്യേകിച്ച് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് പരിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട തോമസ് മാതി അച്ഛനാണ്. അച്ഛൻ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് വെള്ളങ്ങര സ്വദേശിയാണ്. വെള്ളങ്ങര മർത്തോമ ഇടവാംഗമാണ്. അച്ഛൻ 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഭയുടെ സജീവ സേവനത്തിൽ നിന്ന് വിരമിച്ചു എങ്കിലും ഇപ്പോഴും വളരെ അനുഗ്രഹമായിട്ടുള്ള ശുശ്രൂഷ അച്ഛനും കൊച്ചമ്മയും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കൊട്ടാരക്കര പ്രദേശത്ത് താമസിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അച്ഛൻ കടന്നു വന്ന് പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുവാൻ അച്ഛന് പ്രത്യേക താല്പര്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 30 വർഷങ്ങൾക്കകത്ത് എൻ്റെ ഇടവയുടെ വികാരിയായിട്ട് പ്രവർത്തിച്ച ആളാണ് പ്രിയപ്പെട്ട അച്ഛൻ. ആ ഒരു കാലഘട്ടം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ സജീവമായ ഓർമ്മയാണ്. പ്രത്യേകിച്ച് അന്ന് ഇടവയുടെ യൂണിറ്റ് സെക്രട്ടറി എന്ന നിലയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ പ്രിയപ്പെട്ട അച്ഛനിലൂടെയും കൊച്ചമ്മയുടെയൊക്കെ ലഭിച്ച വലിയ കരുതലും സ്നേഹവും വാത്സല്യവും ഒക്കെ തന്നെയാണ് സഭാ ശുശ്രൂഷയിലൊക്കെ ഞങ്ങളെ നിലനിർത്തിയത്. രണ്ടുപേരും ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യൗവനക്കാരോടൊക്കെ ഇടപെടുന്നതിലും അവരെ ദൈവീയ വഴിയിലേക്ക് കൊണ്ടുവരുന്നതിലും ഒക്കെ വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചു. കഴിഞ്ഞ നാളുകളിൽ അനേക ഇടവകളിൽ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഗൾഫിലും അച്ഛന് ശുശ്രൂഷ ചെയ്യാൻ ദൈവം അവസരം കൊടുത്തു. അച്ഛന് വിവിധ ചുമതലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സഭാ കൗൺസിൽ അംഗമായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട കൊച്ചമ്മ ഇപ്പോൾ നമ്മുടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൽ നിന്നുള്ള സഭാ കൗൺസിൽ അംഗമാണ്. കൊച്ചമ്മ ഈ ഒരു ശുശ്രൂഷകളൊക്കെ നേതൃത്വം കൊടുക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ എല്ലാവരും പേരിൽ പ്രിയപ്പെട്ട തോമസ് മാതി അച്ഛനെയും കൊച്ചമ്മയും നമ്മുടെ ഇടവയുടെ കൂട്ടായ്മയിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളോട് ദൈവജനത്തിൽ നിന്ന് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട രമണി കൊച്ചമ്മയാണ്. കൊച്ചമ്മ നല്ലൊരു കൺവെൻഷൻ പ്രാസംഗിക കൂടെയാണ്. കൊച്ചമ്മയുടെ സാന്നിധ്യത്തിലുള്ള സന്തോഷം അറിയിക്കുകയും ഇപ്പോൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ മനോഹരമായ വിലയേറിയ ഈ ദിവസത്തിൽ നിങ്ങളോടൊരുമിച്ച് ഞങ്ങൾക്കും പങ്കുചേരുവാൻ വലിയവനായ ദൈവം തന്ന വിലയേറിയ അവസരമോർത്ത് നന്ദി കരയേറ്റുകയാണ്. പ്രത്യേകിച്ചും സോണിയച്ഛൻ പറഞ്ഞതുപോലെ അച്ഛൻ്റെ ഇടവകയിൽ അന്ന് അച്ഛൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അന്നുണ്ടായ ആ ബന്ധം ഇന്നും നിലനിന്ന് പോകുന്നു. പ്രിയപ്പെട്ട അച്ഛൻ ഇങ്ങനൊരവസരം തന്നതിനെ ഓർത്ത് അച്ഛനോട് നന്ദി അർപ്പിക്കുകയാണ്. ഇന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ദിനങ്ങളാണ്. പ്രത്യേകിച്ചും ഈ 50 ദിവസം ഏറെ പ്രാധാന്യമുള്ള ദിവസങ്ങൾ തന്നെയാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതശൈലിയിലേക്ക് നമ്മെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് നമ്മുടെ ധ്യാനവും നമ്മുടെ പ്രാർത്ഥനയും ഏറെ സഹായകരം ആയിരുന്നു. ഇന്ന് കർത്താവായ യേശുവിൻ്റെ യെരൂശലേമിലേക്കുള്ള രാജകീയമായ എഴുന്നള്ളത്തിൻ്റെ ഓർമ്മയെ ധ്യാനിക്കുന്ന അവസരമാണ്. 4 സുവിശേഷങ്ങളിലും കർത്താവിൻ്റെ ജയോത്സവമായ യാത്രയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അല്പനേരത്തെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്ത വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം വായിക്കാം.
അതിനെ അവൻ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുത്തരം പറഞ്ഞു. ജീസസ് answered, I tell you that if they keep quiet, the stones themselves will start shouting. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ ദിവസത്തിൻ്റെ രാവിലെ സമയത്തെ കർത്താവെ, നിൻ്റെ പാദപീഠത്തിൽ അണയുവാൻ ഞങ്ങൾക്ക് അവസരം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കർത്താവെ, യെരൂശലേം നഗരത്തിലേക്കുള്ള ജൈത്രയാത്രയെ ഓർക്കുന്ന ദിവസമാണല്ലോ. അങ്ങ് ധൈര്യത്തോടെ പ്രതികൂലങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള ആർജവും കൃപയും അത് അങ്ങയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിൻ്റെ വചനത്തിൽ നിന്ന് ധ്യാനിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ എന്തു ചെയ്യുവാനും മടിയില്ലാത്തവരായി, ഒരുക്കമുള്ളവരായി, ജാഗ്രതയോടെ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുമെന്നുള്ള ഉറപ്പോടുകൂടെ ദേവാലയത്തിൽ നിന്ന് മടങ്ങിപ്പോകുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വല്ലാത്തൊരു ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ധാർമ്മികത നഷ്ടപ്പെട്ടൊരു ലോകത്തിലാണ്. പ്രതികൂലങ്ങൾ ഏറെയുള്ള ഒരു ലോകത്തിലാണ്. ജീവിതമെന്തെന്നറിയാത്തൊരു ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ കർത്താവിൻ്റെ പാദപീഠം പിന്തുടർന്നുകൊണ്ട് കർത്താവെ, സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കാനുള്ള ആർജവത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ ഈ നാളുകളിൽ ഞങ്ങളുടെ ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും തിരുവചന കേൾവിയിലൂടെയും ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അല്പസമയം ഞങ്ങൾ ഇരിക്കട്ടെ. നിൻ്റെ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. സമവീക്ഷണ സുവിശേഷങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര സംഭവമാണ് യേശുവിൻ്റെ യെരൂശലേം പ്രവേശനം. ചരിത്ര സ്മരണകൾ ഉയർത്തിക്കൊണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പെരുന്നാളാണിത്. 430 സംവത്സരം മിസ്രൈമിൽ പരദേശിയായി പാർത്തതിനു ശേഷം ദൈവീക വിടുതലിൻ്റെ ഓർമ്മ പുതുക്കുന്ന പെരുന്നാളുകൾ. 6 ലക്ഷം പുരുഷന്മാരും കുട്ടികളും ആടുമാടുകളും ചേർന്ന വലിയൊരു സമ്മിശ്ര പുരുഷാരവുമായി മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ദിനം. പുളിപ്പില്ലാത്ത മാവ് കുഴച്ച് അപ്പം ചുട്ട ദിനം. ശത്രുക്കളിൽ നിന്നും വിടുവിക്കപ്പെട്ട ദിനം. അതാണ് പെസഹ. ഈ ചരിത്ര സംഭവങ്ങളുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ വിജയത്തിൻ്റെയും വിമോചനത്തിൻ്റെയും സ്മരണകളാക്കി തലമുറയ്ക്ക് പകരുന്ന ആഘോഷവേളയിലത്രേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ തീർത്ഥയാത്ര. രാഷ്ട്രീയവും മതപരവുമായ അധികാര സ്ഥിരാകേന്ദ്രമായിരുന്ന യെരൂശലേമിലേക്കുള്ള യേശുവിൻ്റെ വിജയകരമായ പ്രവേശനമാണ് ഹോശാന പെരുന്നാളുകളിൽ അനുസ്മരിക്കപ്പെടുന്നത്. വിവിധ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രതീകാത്മക പ്രവർത്തനമാണ് ഈ എഴുന്നള്ളത്തിലൂടെ നടക്കുന്നത്. ശത്രുക്കളുടെ സങ്കേതത്തിലേക്ക് നേരെ പ്രവേശിക്കുന്ന യേശുവിൻ്റെ അത്യുന്നതമായ ധീരതയാണ് നാം ഇവിടെ കാണുന്നത്. ഈ ഘോഷയാത്രയും തുടർന്നുണ്ടാകുന്ന പീഡനവും ആകസ്മികമായി സംഭവിച്ചതല്ല, ആത്മഹത്യാപരമായ ഒരു സാഹസികതയുമല്ല, മറിച്ച് വളരെ ശ്രദ്ധാപൂർവം മുൻകൂട്ടി ആവിഷ്കരിച്ച ഒരു പദ്ധതിയുടെ ഭാഗമാണെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും സന്ദേശവും ദൗത്യവും അർപ്പണവും ഇവയുടെയെല്ലാം സ്വാഭാവികമായ പരിസമാപ്തിയിലേക്ക് അവൻ ബോധപൂർവം നടന്നെടുക്കുകയാണ് ചെയ്യുന്നത്. പെരുന്നാളിൽ പങ്കുചേരുവാൻ ഒരു വലിയ പുരുഷാരം യെരൂശലേമിലേക്ക് വരിക പതിവാണ്. അത്തരത്തിലുള്ളൊരു സന്ദർഭത്തിലാണ് കർത്താവായ യേശു ഇതാ യെരൂശലേമിലേക്ക് എഴുന്നള്ളുന്നത്. യേശുവിൻ്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഈ എഴുന്നള്ളത്ത് നടക്കുന്നത്. ഒന്ന്, പെസഹ പെരുന്നാളിൻ്റെ കാലമായിരുന്നു. 2, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മഹാപുരോഹിതന്മാരുടെയും മതനേതാക്കന്മാരുടെ ദൃഷ്ടിയിൽ യേശു ഒരു ശത്രുവായി പരിഗണിക്കപ്പെട്ടിരുന്നു.
അതിനാൽ യെരുശലേമിലേക്കുള്ള യാത്ര തികച്ചും അപകടപൂർണമായിരുന്നു. എന്നാൽ ഈ അപകടത്തെയോ ഈ മുൻപിൽ വരുന്ന കാര്യങ്ങളെയോ ഭയപ്പെടാതെ യെരുശലേമിലേക്ക് ധൈര്യത്തോടെ യാത്ര ചെയ്യുവാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സാധിച്ചു. ഈ സംഭവത്തിലൂടെ കർത്താവിനെക്കുറിച്ചുള്ള പ്രവചനം നിറവേറ്റപ്പെടുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സീയോൻ പുത്രിയോടെ, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവീൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തതിന് നിവർത്തി വരുവാൻ ഇത് സംഭവിച്ചു. ഈ സംഭവത്തിലൂടെ യേശുവിൻ്റെ തിരുവവതാരത്തിൻ്റെയും പരസ്യ ശുശ്രൂഷയുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇവിടെ സംവേദനം ചെയ്യപ്പെടുകയാണ്. ഞാൻ 2 ചിന്തകളാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, യേശു ആവശ്യപ്പെടുന്ന അനിശ്ചിതത്വത്തിലേക്ക് നടന്നു നീങ്ങുവാൻ കഴിയണം. യേശു ആവശ്യപ്പെടുന്ന അനിശ്ചിതത്വത്തിലേക്ക് നടന്നു നീങ്ങുവാൻ കഴിയണം. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് ഒരു കഴുതയെ അഴിച്ചു കൊണ്ടുവരുവീൻ. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ കർത്താവിനിവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. തികച്ചും അപരിചിതമായ സ്ഥലത്ത് ചെന്ന് അധികാരത്തോടുകൂടി അനുവാദമില്ലാതെ കഴുതയെ അഴിച്ചു കൊണ്ടുവരുവാനുള്ള നിയോഗമായിരുന്നു ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നത്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അനിശ്ചിതത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. ആരുടെയും അനുവാദമില്ലാതെ അധികാരത്തോടുകൂടെ യേശു പറഞ്ഞ വാക്കിന് വില കൽപ്പിച്ചുകൊണ്ട് ഒരു കഴുതയെ അടിച്ചുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ പുറകിലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെയാണെന്നറിയാം. എന്നാൽ ശിഷ്യന്മാർ അനിശ്ചിതത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു എന്ന് അവർക്ക് തോന്നി. എന്നാൽ യേശു രാജാവായി തീരണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിയോഗം പ്രിയ വിശ്വാസികളെ ഏൽക്കേണ്ടിയിരിക്കുന്നു. തികച്ചും സാഹസികമായ ചില പ്രവർത്തനങ്ങളിലേക്ക് എടുത്തു ചാടുവാനുള്ള ഒരു മാനസികമായ ഒരുക്കം എല്ലാവരുടെയും ജീവിതത്തിൽ ആവശ്യമാണ്. ഒരുപക്ഷെ ഈ അനിശ്ചിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പലതും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയേക്കാം. പല വേദനകൾക്ക് നമ്മൾ പങ്കുകാരായിരിക്കാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന വാക്കനുസരിച്ച് ഞാനും നീ മുൻപോട്ട് പോയാൽ നിന്നിലൂടെ അവൻ മഹത്വപ്പെടുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവനാണ് പറഞ്ഞതിലുള്ള വിശ്വാസത്തോടെ ഞാനും നിങ്ങളും അനിശ്ചിതമായ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിന്നിലൂടെ ദൈവം മഹത്വപ്പെടുകയാണെന്ന് മറന്നു പോകരുത്. നമുക്കറിയാം അബ്രഹാമിൻ്റെ ജീവിതം. അബ്രഹാമിന് ലഭിച്ച നിയോഗം എന്തായിരുന്നു? നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഇട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. സുരക്ഷിതത്തിൽ നിന്നും അനിശ്ചിതത്തിലേക്കുള്ളൊരു യാത്രയായിരുന്നു. നാഗരിക സംസ്കാരത്തിൽ നിന്നും പ്രാകൃത സംസ്കാരത്തിലേക്കുള്ള യാത്രയായിരുന്നു. ജീവിതത്തിൽ തനിക്ക് ലഭിച്ച സകല സൗഭാഗ്യങ്ങളെയും നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള ബന്ധങ്ങളെയും ഓർക്കാതെ ദൈവമാണ് തന്നെ വിളിച്ചതെന്ന് മനസ്സിലാക്കി സകലതും ഉപേക്ഷിച്ച് യാത്ര തിരിച്ച അബ്രഹാമിൻ്റെ ജീവിതം പിൽക്കാലത്ത് പരിശോധിച്ചാൽ അറിയാം, സമ്പന്നമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ധന്യമായ അനുഭവത്തിൻ്റെ ഉടമയായി അബ്രഹാം മാറുകയാണ്. ശക്തനായ ഫറവോന്റെ മുൻപിൽ നിൽക്കുന്ന നിയോഗമാണ് മോശയ്ക്ക് ലഭിച്ചത്. മിസ്രയീമിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലെത്തിയത് അടിച്ചമർത്തപ്പെട്ട നീതിയും മാന്യതയും അസ്തിത്വവും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട ജനതയുടെ നിലവിളിയാണ്. ഈ സ്ഥിതിയിലായിരിക്കുന്ന ജനതയെ വിമോചിപ്പിക്കേണ്ടതിന് ഒരു മോശയെ ആവശ്യമുണ്ടെന്ന് ദൈവം മോശയോട് അറിയിക്കുകയാണ്. ഇത് ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ എവിടെ അയക്കും? ഫറവോന്റെ അടുക്കൽ അയക്കും. സ്തോത്രം. അതെ, ദൈവമേൽപ്പിച്ച നിയോഗമാണെന്ന് നാം കാണണം. അതൊരു പക്ഷേ അനിശ്ചിതത്തിലേക്കുള്ളൊരു യാത്രയായിരിക്കാം. തികച്ചും സാഹസികമായ ചില പ്രവർത്തനങ്ങളിലേക്കുള്ള ഒരു എടുത്തുചാട്ടമായിരിക്കാം. പക്ഷേ അനിശ്ചിതമായ യാത്രയിലേക്ക് പോകുവാൻ നിന്നെ വിളിക്കുമ്പോൾ ഒട്ടും മടി കൂടാതെ നീ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ നിന്നിലൂടെ ഈ കർത്താവിന് മഹത്വപ്പെടുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. രണ്ടാമതായി, വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. യെരുശലേമിലേക്കുള്ള യാത്ര അപകടപൂർണമാണെന്നറിഞ്ഞിട്ടും അത് തിരഞ്ഞെടുക്കുകയാണ്. ഭയരഹിതമായ
ഒരു ജീവിതത്തിൻ്റെ ഉടമയ്ക്ക് മാത്രമേ വെല്ലുവിളികളെ നേരിടുവാനും രക്തസാക്ഷിയാകുവാനും കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഭയരഹിതമായ ഒരു വ്യക്തി ജീവിതത്തിന് മാത്രമേ വെല്ലുവിളികളെ ഏറ്റെടുക്കുവാനും, ഒരുപക്ഷെ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ മരണമായിരിക്കാം അവസാനം, അത് രക്തസാക്ഷിയാണെങ്കിൽ അങ്ങനെ അത് ഏറ്റെടുക്കുവാൻ ഭയരഹിതമായ ഒരു വ്യക്തി ജീവിതത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യുന്ന രാജാവിനെ യെരുശലേമിൽ രാജസിംഹാസനമല്ല ഒരുക്കിയത്, പിന്നെയോ കുരിശത്രയെ ഒരുക്കിയത്. ഇത് വ്യക്തമായി അറിയാമായിരുന്നിട്ടും ബോധപൂർവമായ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ യേശു കർത്താവ് ഇവിടെ തയ്യാറാകുകയാണ്. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിച്ചാൽ, നിന്നിലൂടെ ദൈവം മഹത്വപ്പെടണമെന്ന് നീ ആഗ്രഹിച്ചാൽ, നീ എൻ്റെ പിന്നാലെ വരിക, എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് നീ എന്നെ അനുഗമിക്കുക എന്നാണ് കർത്താവ് നമ്മോട് പറയുന്നത്. പ്രതീക്ഷയോടെ മശിഹായുടെ വരവിനായി കാത്തിരിക്കുന്ന വലിയൊരു ജനതയുടെ നടുവിലേക്കാണ് കഴുതക്കുട്ടിയുടെ പുറത്തു കയറിയുള്ള യാത്ര. സമ്മിശ്രമായ പ്രതികരണങ്ങൾ സൃഷ്ടിച്ചു. നഗരം പുതിയ രാജാവിനെ വരവേൽക്കുമ്പോൾ അനുയായികളെ നിശബ്ദരാക്കുവാൻ യേശുവിനോട് അപേക്ഷിക്കുകയാണ്. വല്ലാത്ത ശബ്ദമാണ് നഗരത്തിൽ. കർത്താവായ യേശു ക്രിസ്തു ഇതാ കഴുതക്കുട്ടിയുടെ പുറത്ത് രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന പ്രതീതിയോടെ നഗരത്തിലേക്ക് കയറുമ്പോൾ ജനം മാർത്തട്ടസിക്കുകയാണ്. ജനഹൃദയങ്ങളിൽ നവയുഗപ്പിറവിയുടെ പ്രതീക്ഷകൾ ഉണർത്തി യേശു ഹോശന്ന വിളിയുടെ അകമ്പടിയോടുകൂടെ നഗരത്തിൽ പ്രവേശിച്ചു. ഹോശന്ന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ രക്ഷിക്കുക, സേവ് നൗ എന്നാണ്. ഇതാ ഇപ്പോൾ അതൊരു സ്തോത്രാലാപമല്ല, മറിച്ച് നീതി നിഷേധിക്കപ്പെട്ട ചൂഷണവും പീഡനവും അനുഭവിക്കുന്ന ജനത്തിൻ്റെ വിടുതലിനായുള്ള വിളിയാണ്. യേശു കർത്താവിനോടുള്ള കരച്ചിലാണ് അവിടെ. ജനം മാർത്തട്ടഹസിക്കുന്നത് അടിമത്തത്തിൻ്റെ പീഡനത്തിലായിരുന്ന ജനതയ്ക്ക് ഇനിയൊരു വിടുതലുണ്ടെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് യേശുവിൻ്റെ ആ സിംഹാസനത്തിലുള്ള ഇരിപ്പ് അവർക്ക് കാണുവാനായിട്ട് സാധിച്ചത്. ജനത്തെ നിശബ്ദരാക്കുവാൻ അവർ ആഹ്വാനം ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടിയാണ് ഇന്ന് ചിന്തയ്ക്കായി ഞാൻ എടുത്തത്. ഇവർ ആർക്കുന്നില്ല എങ്കിൽ, ഇവർ മിണ്ടുന്നില്ല എങ്കിൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. ഇവർ ശബ്ദിക്കുന്നില്ല എങ്കിൽ ഈ കല്ലുകൾ ശബ്ദിക്കുമെന്ന് അവരുടെ മുഖത്ത് നോക്കി പറയുകയാണ്. നിലനിന്നിരുന്ന സാങ്കല്പിക സമാധാന ശ്രമങ്ങളെ തകർക്കുന്ന യേശുവിൻ്റെ മറുപടി മതനേതാക്കളോടും ഭരണാധികാരികളോടും നിഷേധാത്മകമായ ആത്മീകമായ നിലപാടുകൾ യേശുവിൻ്റെ തുടർന്നുള്ള പ്രതികരണങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ച യേശുവിൽ പുത്തൻ സാമ്പത്തിക നയതന്ത്രജ്ഞനെ കാണുവാൻ ജനങ്ങൾക്ക് സാധിച്ചു. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതിലൂടെ ആത്മീയ ജീവിതത്തിലെ അത്ഭുത സിദ്ധനെ ജനങ്ങൾ ആകാംക്ഷയോടുകൂടി ദർശിക്കുകയാണ്. തൻ്റെ നിയോഗത്തെ സംബന്ധിച്ചും ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും വ്യക്തമായ ദർശനം യേശു കർത്താവിന് ഉണ്ടായിരുന്നു. യോഹന്നാൻ സ്നാപകനാൽ മാമോദീസ ഏൽക്കുന്നതിലൂടെ പാപത്തിനധീനരായ മനുഷ്യവർഗത്തോടെ യേശു താദാത്മ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ പാപത്തിന്മേലുള്ള വിജയം നേടുവാനായി പാപത്തിൻ്റെ ഘടനകളോടെ അവൻ നിരന്തരമായി പോരാടിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട വിശ്വാസികളെ, തനിക്ക് ലഭിച്ച ചുരുങ്ങിയ കാലഘട്ടത്തിൽ അതിശക്തമായി പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്ന് ആർജവത്തോടുകൂടെ പൊരുതുവാനുള്ള കൃപ അവൻ്റെ ജീവിതത്തിൽ ലഭ്യമായി. നമുക്കറിയാം, ഈ നാളുകളിലൊക്കെ സൗഖ്യമാക്കൽ ശുശ്രൂഷകളെക്കുറിച്ച് നാം വളരെയേറെ കേട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എവൻഗേലിയോനിലെ ചിന്താവിഷയം തന്നെ സൗഖ്യമാക്കൽ ശുശ്രൂഷകളെക്കുറിച്ചുള്ളതായിരുന്നു. അങ്ങനെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നസ്രയത്തിൽ ചെയ്ത പ്രസംഗത്തിൻ്റെ ഊന്നലെന്തായിരുന്നു? ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുന്നതാണ്. ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുന്നതാണ് കർത്താവ് പറയുന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പാപത്തിൻ്റെ ഭാരവും പേറി സാത്താനാൽ ബന്ധിക്കപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ ബന്ധന വിമുക്തിയാണ് ഹോശാനയിലൂടെ കർത്താവ് ഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് നല്ലൊരു ഉദാഹരണമാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 16 വരെയുള്ള ഭാഗത്ത് വിവരിച്ചിരിക്കുന്ന സ്ത്രീയെ സൗഖ്യമാക്കുന്നത്.
18 വർഷമായി ഒട്ടും നിവരുവാൻ കഴിയാതിരുന്ന ഒരു കൂനിയായ സ്ത്രീ ആ ദേവാലയത്തിൻ്റെ കോണിലിരിപ്പുണ്ടായിരുന്നു. പ്രിയ വിശ്വാസികളെ, എന്നാൽ ആ സ്ത്രീയെ ആരും കാണുന്നില്ല. ദൈവമെന്ന അടിസ്ഥാനത്തെ തലമുറയിലൂടെ അനുഭവിച്ചറിഞ്ഞ അചഞ്ചല വിശ്വാസത്തിൻ്റെ ഉടമയായിട്ടാണ് ആ സ്ത്രീ ആ ദേവാലയത്തിൻ്റെ കോണിലിരുന്നത്. മാന്യന്മാരുടെ മുഖത്ത് നോക്കുവാനോ വലിയ മറ്റുള്ളവരെ ആകർഷിക്കത്തക്കമുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ടോ ആരാധനയ്ക്ക് സംബന്ധിപ്പാൻ അവർക്ക് കഴിയില്ല. എന്നാൽ വിശ്വാസത്തിൽ അടിസ്ഥാനമായ ഒരു ജീവിതം നയിച്ചൊരു വ്യക്തിയായിരുന്നു. യേശു ആ സ്ത്രീയെ സൗഖ്യമാക്കുകയാണ്. അപ്പോൾ ഇതാ കപടഭക്തി അവർ പറയുന്ന ശബത്തിൽ സൗഖ്യമാക്കൽ എതിർത്ത പള്ളിപ്രമാണികളെ യേശു അവിടെ കപടഭക്തിക്കാരെ എന്നാണ് വിളിക്കുക. കാരണം ബാക്കിയുള്ള ദിവസങ്ങളുള്ള എന്ത് ഇന്ന് മാത്രം ഈ സൗഖ്യമാക്കൽ ശുശ്രൂഷ നടത്തുന്നതെന്ന് പള്ളിപ്രമാണി യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു പറഞ്ഞ മറുപടി എന്താണ്? കപടഭക്തിക്കാരായ പരീശരെ, നിങ്ങളിൽ ഒരുത്തൻ ശബത്തിൽ നിന്റെ കാളയോ കഴുതയോ തൊഴുത്തിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ 18 സംവത്സരമായി സാത്താൻ ബന്ധിച്ചിരിക്കുന്ന ഈ സ്ത്രീയുടെ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ? നിങ്ങളുടെ വളർത്തുമൃഗങ്ങൾക്ക് കൊടുക്കുന്ന വില പോലും ഈ സാധുവായ സ്ത്രീക്ക് നിങ്ങൾ നൽകുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെയൊക്കെ കടന്നു പോകുവാനല്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ വിധത്തിലുള്ളതായ അനുഭവങ്ങളുണ്ട് എങ്കിൽ ഹൃദയവിശാലതയോടെ ഒരുക്കത്തോടെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന മനോഭാവത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ ദൈവം തരുന്ന കൃപകളാണെന്ന് മറന്നു പോകരുത്. ഈ 50 ദിവസത്തെ തൊയമ്പിലൂടെ എൻ്റെ ഹൃദയത്തിൻ്റെ സ്വാർത്ഥതകളെയും എൻ്റെ ദുഷ്ടചിന്തകളെയും മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലില്ലായ്മയുണ്ടെങ്കിൽ അതിനെ മാറ്റിക്കളഞ്ഞിട്ട് അവരെയും സഹോദരനും സഹോദരിയും എന്നുള്ള അനുഭവത്തിലേക്ക് മാടി വിളിക്കുവാൻ ദൈവം തരുന്ന അവസരങ്ങളാണെന്ന് മറന്നു പോകരുത്. മതത്തെയും ഭക്തിയെയും സ്വന്തം കാര്യങ്ങൾക്ക് മാത്രമായി വിനിയോഗിക്കുന്ന പരീശ മതത്തിൻ്റെ പൊള്ളത്തരങ്ങൾ കർത്താവ് വ്യക്തമായ വാക്കുകളിൽ അവിടെ അവതരിപ്പിക്കുകയാണ്. മതാനുഷ്ഠാനങ്ങൾ തെറ്റുകൂടാതെ അവർ നിർവഹിക്കുമ്പോൾ സ്നേഹം, കരുണ, സേവനം, നീതി തുടങ്ങിയ മൂല്യങ്ങളെ അവർ അവഗണിക്കുകയാണ്. ഈ ഗുണവിശേഷങ്ങൾ നഷ്ടപ്പെട്ട ആത്മീയത തികച്ചും അർത്ഥശൂന്യമാണെന്ന് മുഖം നോക്കാതെ അവർ പറയുകയാണ്. പ്രിയ വിശ്വാസികളെ, ഇത് പരീശ മതത്തോട് മാത്രമുള്ള പ്രതിഷേധത്തിൻ്റെ ശബ്ദമായി എന്ന് നാം പരിമിതപ്പെടുത്തുവാൻ ശ്രമിക്കരുത്. നമ്മുടെ ആത്മീക ജീവിതത്തെ ഒന്ന് പുനഃപരിശോധിക്കുവാൻ ദൈവം തരുന്ന അവസരങ്ങളാണെന്ന് മറക്കരുത്. നാം ചിലതിൻ്റെയൊക്കെ അധിപനായിരിക്കുമ്പോൾ, ചിലത് സ്ഥാനമാനങ്ങളിൽ നാം സായുജ്യമടഞ്ഞിരിക്കുമ്പോൾ ഓർക്കുക, ആരാധനയിൽ മുഖ്യാസനം തേടിയിരിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, എന്നേക്കാൾ ബലഹീനരും ദേവാലയത്തിൽ കടന്നു വരുവാൻ കഴിയാത്തവരും ആവശ്യക്കാരും എൻ്റെ സമൂഹത്തിലുണ്ട്, എൻ്റെ ചുറ്റുപാടുകളിലുണ്ട്, ഞാൻ ആയിരിക്കുന്ന എൻ്റെ കൂട്ടത്തിലുണ്ട്. ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മാത്രമേ ഈ ഹോശാന്ന ഞായർ എനിക്ക് നിങ്ങൾക്കും അർത്ഥവത്തായി മാറുകയുള്ളൂ. കൂനി എന്ന അപഹാസ്യ നാമത്തിൽ നിന്ന് അബ്രഹാമിൻ്റെ മകൾ എന്ന നാമധേയത്തിലേക്ക് ഈ സ്ത്രീ പ്രവേശിക്കപ്പെടുമ്പോൾ ആരാധനാ സമൂഹം യഥാസ്ഥാനപ്പെടേണ്ടതിനെ കുറിച്ച് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. കൂനിയായ സ്ത്രീയെ അവളെ എങ്ങനെയാണ് കർത്താവ് വിളിച്ചത്? അബ്രഹാമിൻ്റെ മകളെ എന്ന് വിളിച്ച് അവളെ ഉയർത്തിയപ്പോൾ ആ കൂട്ടത്തിലിരുന്ന ആരാധനക്കാരായ ദൈവമക്കൾ യഥാസ്ഥാനപ്പെടേണ്ടതിനെ ഓർമ്മിപ്പിക്കുകയാണ്. അവരിലെ ഈശ്വരത്വത്തെ തിരിച്ചറിയാത്തവർ ഒന്നും ആരാധനയിൽ പങ്കെടുത്തത് കൊണ്ട് ഒരർത്ഥവുമില്ല. മറ്റുള്ളവൻ്റെ വേദന ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ജീവിതങ്ങളെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആരാധനയിൽ പങ്കെടുത്തത് കൊണ്ട് അർത്ഥമില്ല. എക്സ്റ്റേണൽ ഗാർമെന്റ്സ് ഡു നോട്ട് ബ്രിങ് റിപ്പൻറ്റൻസ്. പുറമേ ധരിക്കുന്ന ആഭരണം ഒരിക്കലും അനുതാപത്തിലേക്ക് നയിക്കുന്നതല്ല. മറ്റുള്ളവരെ കാണുവാൻ, ചേർത്ത് പിടിക്കുവാൻ, തള്ളപ്പെട്ടവരെ ഉപേക്ഷിച്ചവരെ ചേർത്ത് പിടിക്കുവാനുള്ള വിശാല മനസ്സിൻ്റെ ഉടമയായി തീരുമ്പോൾ മാത്രമേ എനിക്ക് നിങ്ങൾക്കും ഈ കൃപ പ്രാപിപ്പാനായിട്ടേ കഴിയുകയുള്ളൂ. അർഹതയില്ലാത്ത സ്ഥാനത്തെ നമ്മെ വിളിച്ചാക്കിയ ദൈവത്തോടെ നീതി പുലർത്തേണ്ട നിമിഷങ്ങളാണ് നമ്മുടെ മുൻപിൽ
സമാഗതമായിരിക്കുന്നതെന്ന് നാം മറന്നു പോകരുത്. ഇവിടെ സാമൂഹ്യമായും രാഷ്ട്രീയമായും പീഡനം അനുഭവിച്ചു കൊണ്ടിരുന്ന സാധാരണ ജനത്തിൻ്റെ വിടുതലിനായുള്ള ആർത്തനാദമായിരുന്നു ഹോശന്ന. ഹോശന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ രക്ഷിക്കുക. ഈ നിലവിളിയോടുള്ള ക്രിയാത്മക പ്രതികരണമാണ് ദേവാലയ ശുദ്ധീകരണത്തിലൂടെ കാണുന്നത്. യെരുശലേമിൽ പ്രവേശിച്ച കർത്താവ് ആദ്യം ചെയ്തതെന്താണ്? ദേവാലയത്തെ ശുദ്ധീകരിച്ചു. ദേവാലയത്തിൽ വാണിഭം നടത്തുന്നവരെ അവൻ പുറത്താക്കുന്നു. സ്ഥാപനവൽക്കരിക്കപ്പെട്ട യഹൂദ മതം എല്ലാ തിന്മകളുടെയും ഈറ്റില്ലമായി മാറുകയാണ്. ജനങ്ങളുടെ രക്ഷകരായിരിക്കേണ്ട പുരോഹിതന്മാർ ആചാരാനുഷ്ഠാനങ്ങളുടെ മതിലുകൾ തീർത്ത് ജനത്തെ വീർപ്പുമുട്ടിച്ചു. അഴിമതിയുടെയും അമിത ലാഭത്തിൻ്റെയും വിളയാട്ടമാണ് ദേവാലയത്തിൽ നടന്നത്. സാധാരണക്കാരൻ്റെ മതഭക്തിയെ ചൂഷണം ചെയ്ത് ലാഭമുണ്ടാക്കുന്ന ഈ രംഗം കണ്ടുകൊണ്ട് കർത്താവ് പറയുകയാണ്, എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്, ഇതിനെ കള്ളന്മാരുടെ ഗുഹകളാക്കുവാൻ സാധിക്കരുത്. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ആരാധനയ്ക്കായി ഞാൻ നിങ്ങളും അടുത്തു വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപ പ്രാപിച്ചുകൊണ്ട് സമാധാനത്തോടെ മടങ്ങിപ്പോകുവാനുള്ള ഒരു ആരാധനാലയമാണെന്ന് മറന്നു പോകരുത്. ഇതൊരു ചൂഷണത്തിൻ്റെ സ്ഥലമല്ല, ഇത് ലാഭമുണ്ടാക്കുന്ന ഒരു സ്ഥലമല്ല, ഇത് കൊള്ളക്കാരുടെ കേന്ദ്രമല്ല. പിന്നെയോ എൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾ തുറന്നു പറയുവാൻ പറ്റിയ ഒരിടമാണ് ആരാധനാലയമെന്ന് മനസ്സിലാക്കി സമാധാനത്തോടെ മടങ്ങിപ്പോകണം. എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്, ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കരുത്. സാധുക്കൾക്ക് ആരാധിക്കുന്നതിനുള്ള അവകാശം നഷ്ടപ്പെട്ട ഇടമായിരുന്നു യെരുശലേം ദേവാലയം. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, തള്ളപ്പെട്ടവരെ ചേർത്തുകൊള്ളുന്ന ഇടമായി നാം ഓരോന്നും കാണണം. തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ നീതി നിഷേധിക്കപ്പെട്ടവർ, പലവിധത്തിലുള്ള വേദന അനുഭവിക്കുന്നവർ, വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ അവകാശങ്ങളും അവസരങ്ങളും നിഷേധിക്കപ്പെടുന്നവർ എന്ന് ധാരാളമില്ലേ പ്രിയപ്പെട്ടവരെ? അവർക്ക് ശബ്ദമായി തീരുവാൻ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടവരാണ്. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഇന്ന് ചാനലുകളിലേക്ക് നോക്കുമ്പോൾ എത്രമാത്രം കൊലപാതകങ്ങളും ക്രൂരമായ പീഡനങ്ങളുടെയും അനുഭവത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഇന്നൊരു കാര്യം കേട്ട് നെടുവീർപ്പിടുമ്പോൾ നാളെ മറ്റൊരു വിഷയമാണ്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട, സൻകാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥമതികളായ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാനുള്ളതാണെന്നുള്ള ചിന്തയില്ലാതെ, ലോകത്തിൻ്റെ വഴികളിലേക്ക് ദൈവകൃപയില്ലാതെ, ആരാധനയുടെ അനുഭവമില്ലാതെ കടന്നു പോകുന്നൊരു വലിയ ജനതയുടെ മുൻപിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. നമുക്കറിയാം, സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ കൊന്നതിൻ്റെ സാക്ഷിയായ അതിൻ്റെ ഏറ്റവും വലിയ കൊലയാളി എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഓടനാവട്ടത്തിലൊരു യാക്കോബക്കാരൻ പയ്യനാണെന്ന് കേട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവൻ്റെ ജീവിതം എന്താണ്? അവനെ വളർത്തിയ മാതാപിതാക്കളുടെ ജീവിതം എന്താണ്? ഒരു നിമിഷം ആലോചിച്ച് നോക്കുക. ഒന്നും ഈ ലോകപ്രകാരം ഒന്നും കൊടുക്കേണ്ട പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ കരുതുവാൻ, സ്നേഹിക്കുവാൻ, അവൻ എൻ്റെ സഹോദരനാണെന്നുള്ള ചിന്തയും മനോഭാവവും കൊടുത്തവരെ വളർത്തിയാൽ നമ്മുടെ തലമുറകൾ എവിടെ പോയാലും ആ സന്തോഷ നിറവിൽ ജീവിപ്പാനായിട്ട് കഴിയും. മറന്നു പോകരുത്. ഇന്നെന്തെങ്കിലും ലോകം പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് പ്രവർത്തിച്ച അനേക ഭക്തന്മാരുടെ ജീവിത സാക്ഷ്യം കൊണ്ടാണെന്ന് മറക്കരുത്. പരമ്പരാഗതമായ അടിമത്വത്തിൻ്റെ വിവേചനം കൊണ്ട് വീർപ്പുമുട്ടി അമേരിക്കയിലെ കറുത്തവർഗക്കാർക്ക് എതിരെ സംസാരിപ്പാൻ അവകാശമില്ലാതിരുന്നപ്പോൾ അവരുടെ ശബ്ദമായി മാറിയത് എബ്രഹാം ലിങ്കണായിരുന്നു. അടിമക്കച്ചവടം അവിടെ നിർത്തലാക്കുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നാം എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ ആയിരിക്കുന്നത്? ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയേ, എന്തിനു വേണ്ടിയാണ് നമ്മെ ഈ ലോകത്തിൽ ദൈവം ആക്കി വച്ചിരിക്കുന്നത്? ജീവദായക ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടവരാണ് നാം, മറന്നു പോകരുത്. നിലവിളിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ കണ്ണുകളിലേക്ക് ആർദ്രതയോടുകൂടെ നോക്കുന്ന ചില ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നുമില്ല. ഞാൻ എത്ര നോമ്പ്
എത്ര ഭക്ഷണം വെടിഞ്ഞാലും, എത്ര ആരാധന നടത്തിയാലും, എത്ര തിരുവചനം വായിച്ചാലും, എത്ര പ്രസംഗം കേട്ടാലും ജീവിതത്തിൽ വ്യതിചലനം ഉണ്ടാകുന്നില്ല എങ്കിൽ ഒരർത്ഥവുമില്ല. ഈ 50 ദിവസത്തെ നോയമ്പിലൂടെ, ഈ 50 ദിവസത്തെ ദൈവവചന വായനയിലൂടെ, പ്രാർത്ഥനകളിലൂടെ ഹൃദയവിശാലതയായി രൂപപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ നോമ്പ് കൊണ്ടും നമ്മുടെ അനുഭവം കൊണ്ടും എന്താണ് നാം അർത്ഥമാക്കുന്നതെന്ന് ഈ പകൽക്കാലം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സാത്താനാൽ ബന്ധിക്കപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ ബന്ധന വിമോചനമാണ് ഹോശാനയിലൂടെ കർത്താവെ പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ന് മടിച്ചമർത്തലും കൊലയുമൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. നിയമം ശക്തമെന്ന് വാദിക്കുമ്പോൾ പീഡനത്തിനൊരു കുറവുമില്ല. വെറും നോക്കുകുത്തികളായി നിൽക്കുന്ന രാജ്യത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ പീഡനമില്ലാത്ത, കുരിശില്ലാത്ത ക്രിസ്തു മാർഗമല്ല യേശു വിഭാവനം ചെയ്തത്. സ്വയം വെറുമയാക്കുന്ന ത്യാഗത്തിൻ്റെ ശൈലി ഏറ്റെടുക്കുമ്പോൾ മാത്രമേ അത് യഥാർത്ഥ ശുശ്രൂഷയായി മാറൂ. സ്വയം വെറുമയാക്കുന്ന, സ്വയം ത്യജിച്ചു കൊടുക്കുന്ന ത്യാഗത്തിൻ്റെ ശൈലി, ആ ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ മാത്രമേ എന്നിലൂടെയും നിങ്ങളിലൂടെയും ഈ കർത്താവ് പൂർണ്ണമായ അർത്ഥത്തിലേക്ക് മടങ്ങി വരുന്നത്. ഒരു പ്രവാചകൻ്റെ ഗംഭീര്യത്തോടും ഒരാത്മീക ശ്രേഷ്ഠൻ്റെ ദൈവികതയോടും കൂടിയാണ് കർത്താവായ യേശു യെരുശലേമിലേക്ക് എഴുന്നള്ളിയത്. ഒരു പ്രവാചകൻ്റെ ഗംഭീര്യത്തോടും ഒരു ആത്മീക ഗുരുവിൻ്റെ ശ്രേഷ്ഠതയോടും കൂടിയാണ് യേശു യെരുശലേമിലേക്ക് പ്രവേശിക്കപ്പെട്ടത്. എന്തിനു വേണ്ടി? ഒരു ജനതയുടെ വീണ്ടെടുപ്പിനും ഒരു ജനതയുടെ രക്ഷയ്ക്കും വേണ്ടിയാണ് അവൻ യെരുശലേമിലേക്ക് എഴുന്നള്ളിയത്. ആ യാത്രയെ നമുക്ക് പിന്തുടരാം. അവൻ്റെ കഷ്ടാനുഭവങ്ങളിൽ നമുക്ക് പങ്കുചേരാം. സകല തിന്മകളോടും എതിർത്ത് നിന്ന് ക്രൂശോളം കർത്താവിനോട് ഒരുമിച്ച് ഈ നാളുകളിലെ ധ്യാനത്തിൽ നമുക്ക് പങ്കുകാരായി തീരാം. അതിനായി നാം വിളിക്കപ്പെട്ടവരാണെന്ന് നാം മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജൈത്രയാത്രയിലൂടെ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നവർ, അടിച്ചമർത്തപ്പെട്ടവർക്ക് ഒരു വലിയ ആഘോഷത്തിൻ്റെ വിളിയായിരുന്നു. ഇന്ന് പകൽക്കാലം ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ സ്വാർത്ഥതയെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുടുസായ ചിന്താഗതികളെയും മാറ്റിക്കളഞ്ഞിട്ട് ദൈവവചനത്തിന് അടിസ്ഥാനമായി ഹൃദയവിശാലതയോടുകൂടെ ആയിരിക്കുന്ന ഇടവകളിലാണെങ്കിൽ, വീടുകളിലാണെങ്കിൽ, മറ്റു ആളുകളുമായി ചേരുന്ന ഇടങ്ങളിൽ ഹൃദയവിശാലതയോടുകൂടെ പെരുമാറുവാൻ, കൃപയുള്ളവരായി തീരുവാൻ, ഉപ്പിനാൽ രുചി വരുത്തുന്ന അനുഭവക്കാരായി മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് നമ്മെ തന്നെ വിനയപ്പെടുത്തി കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഏൽപ്പിച്ച ആൾ